അപ്പൊ നിലവിളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ എന്തിനു വേണ്ടി ഇയാൾ നിലവിളിച്ചത്? എന്തിനാ നിലവിളിച്ചത്? കാരണം തിമിംഗലത്തിന്റെ വയറ്റിലായി പോയില്ലേ? ഇതുപോലെ നമ്മൾ ഈ ലോകത്തിൽ പലതരം തിമിംഗലത്തിന്റെയും വയറ്റിൽ അകപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ നമ്മൾ നിലവിളിച്ചപേക്ഷിക്കും. പക്ഷെ പുറത്തു വന്നാൽ ചെയ്യേണ്ട പണി എന്താ? നിലവിളിച്ചെന്ന് എന്താ ഉള്ളി ചെയ്ത്? കണ്ടോ, കർത്താവിനെ പശ്ചാത്താപിക്കാൻ പറഞ്ഞ എല്ലാവരോടും ചാക്കൊടുത്ത് ചാരം പൂശി എല്ലാവരും അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം അനുസരിച്ചു അല്ലേ? എന്നിട്ട് പുള്ളി അത് കഥയിലോട്ട് ഞാൻ പോകുന്നില്ല, നമുക്ക് അതല്ല വിഷയം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം ഉണ്ടല്ലോ. ദാനിയേലിന്റെ പുസ്തകം 13:42 നോക്കിക്കേ. അവിടെ രണ്ട് ന്യായാധിപന്മാര്, സൂസന്ന എന്ന ഒരു നല്ല പെൺകൊച്ച്, അവള് ദൈവഭയമുള്ള പ്രാർത്ഥനയുള്ള നല്ല കൊച്ചായിരുന്നു, പാപം ചെയ്യാതെയൊക്കെ ജീവിച്ചു. അവളെ ഉപദ്രവിക്കാനായിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു. പക്ഷെ അവള് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി ഈ ന്യായാധിപന്മാർക്ക് അധികാരമുണ്ടല്ലോ, അവർ എല്ലാവരെയും കൂടെ സാക്ഷിയൊക്കെ ഉണ്ടാക്കി വിധി കൽപ്പിച്ചു അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് അല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് കേട്ടേ. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അതോ, സൂസന്നയുടെ നിലവിളി കർത്താവ് കേട്ടു അല്ലേ? അപ്പൊ ദാനിയേൽ എന്നൊരു കൊച്ചു പയ്യനെ കർത്താവ് ഇവിടെ കൊണ്ടു, ഒരു പ്രവാചകനാണ്. ആ സമയത്ത് അവിടെ എത്തിച്ചു. അവരെ രണ്ടുപേരെയും വിസ്തരിക്കണമെന്ന് അവിടെ അധികാരിയോട് ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിർത്തി ക്രോസ് വിസ്താരം നടത്തിയപ്പോ എന്ത് സംഭവിച്ചു? രണ്ടുപേരും തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പൊരുത്തമില്ല. കള്ളത്തരമല്ലേ പറഞ്ഞു വെച്ചത്? ഇവളെ നശിപ്പിക്കുക. കാരണം അവരാഗ്രഹിച്ച രീതിയിൽ പാപത്തിനെ പ്രേരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവളെ എങ്ങ് കൊന്നു കളയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കർത്താവ് അവളുടെ നിലവിളി കേട്ടു, അവളെ രക്ഷിച്ചു അല്ലേ? അവള് ഇനി ബാക്കി എന്താ പറഞ്ഞു? കർത്താവ് അവൾ കൊലക്കടത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം അവന്റെ നേരെ തിരിഞ്ഞു. നീ എന്താണ് പറഞ്ഞത്? അവരുടെ മധ്യം നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. കണ്ടോ, എത്ര യുക്തിപൂർവമാണ് ബാലൻ നമ്മുടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടുവരുന്നത്. അങ്ങനെ അവന്മാരെ കൊണ്ട് കൊല്ലുകയാണ് ചെയ്ത ഈ ന്യായാധിപന്മാരെ. കാരണം നിഷ്കളങ്കമായി ജീവിക്കുന്ന ആ പെൺകുട്ടിയുടെ നിലവിളി കർത്താവ് കേട്ടു. നമ്മുടെ ഹൃദയത്തില് നമുക്ക് പാപമുണ്ട്, അത് ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് കഴിഞ്ഞാൽ ഈ കേൾക്കാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. എന്ത് കാര്യവും കർത്താവിനോട് ഉണർത്തിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. നമുക്ക് ദൈവം ഇങ്ങനെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നേരം വെളുത്ത് ഉണരാനായിട്ട് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്ന് രാവിലെ ഉണർത്തിയിട്ട് ഇന്നിവിടെ വന്ന വഴിക്ക് പ്രാർത്ഥിച്ചോ? നമ്മൾ ഒരു പക്ഷെ പ്രാർത്ഥിക്കത്തില്ല അല്ലേ സുജ? നമ്മളതൊന്നും ഓർക്കില്ല. നമ്മളാ ഹൗസിൽ പോകണം, വണ്ടിയെടുത്തു ഇനി പോരും ഇല്ലേ? നമ്മൾ ഓർക്കില്ല. ഈ ഓരോ നിമിഷവും എന്ത് ശ്രദ്ധയോടെയാണ് നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കുന്നത്. ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലിരുന്നാ നമുക്ക് ദൈവത്തിൽ നിന്ന് അകലാൻ പറ്റില്ല ഇല്ലേ? എത്ര കരുതലുള്ളവനാ ഇല്ലേ? 365 തവണ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നല്ലേ? കർത്താവ് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്.
അപ്പൊ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, കർത്താവ് കൂടെ ഇരിക്കാനായിട്ടാണ് എന്നും പരിശുദ്ധ കുർബാനയില് അവിടുന്ന് എഴുന്നള്ളി വരുന്നത്, നമ്മുടെ കൂടെ ആയിരിക്കാൻ. എന്റെ കഴിഞ്ഞ 10-18 കൊല്ലമായിട്ട് ഞാൻ അൽത്താര ശുശ്രൂഷ ചെയ്യുമ്പോ ഒരു ദിവസം ഈ തട്ടം പിടിച്ചപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈ തരിയൊക്കെ എന്തിനാ പെറുക്കിയെടുക്കുന്നത്? അതുപോലെ തന്നെ കുഴപ്പം, ഇവിടുത്തെ അപ്പമല്ലേ ഭക്ഷിക്കേണ്ടത്. അന്നത്തെ വികടബുദ്ധി ഞാൻ ചോദിച്ചപ്പോ എന്നോട് തമ്പുരാൻ ഇങ്ങനെയാ പറഞ്ഞത്, അതിന്റെ ഓരോ തരിയിലും എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ മുഴുവനായിട്ടുണ്ട്. കാരണം അതിന് ഉദാഹരണം തന്നത് ഇതാണ്. അഭിയൊന്ന് പെരുന്നോട്ടം പിതാവ് ബലിയർപ്പിക്കാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഉള്ളവരായിട്ട് അച്ഛന്മാരും കൂടെ എന്റെ കൂടെ കൂടും ഇല്ലേ, നമ്മുടെ പള്ളിയിലും എന്നെ നമ്മൾ സമൂഹ ബലി എന്നൊക്കെ പറയല്ലേ. ആ ബലിയർപ്പം എന്നിട്ട് ഈ അപ്പകർഷണം എന്ത് ചെയ്യും? 9 പേരുണ്ട്, 9ആയിട്ട് മുറിക്കും അല്ലേ. ഓരോരുത്തരും ഓരോ അപ്പകർഷണം എടുത്ത്, അപ്പകർഷണമല്ല ഈശോ കുർബാന, ഈശോ മിശിഹ അല്ലേ, ഈശോയുടെ ശരീരവും രക്തവും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് ജീവനുള്ള മിശിഹായി കഴിയുമ്പോ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഭക്ഷിക്കുന്നവരും അങ്ങനെയൊക്കെയാവും. അതാണ് അല്ലേ. അപ്പൊ ഈ 9 പേരും ഞാൻ അന്നേരം എന്റെ മനസ്സിൽ കാലാണോ കൈയാണോ എനിക്ക് കിട്ടിയെന്ന് ചിന്തിക്കൂലേ നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണ് ഓരോ അപ്പകർഷണത്തിന്റെ തരിക്കാത്ത ഈശോ ഉണ്ടോ? അതിനും കർത്താവ് തെളിവ് തന്നു. സെഗിയോൻ മാളികയില് ഈ അമ്മയും 11 ശ്ലീഹന്മാരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴാ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി, എമ്മാവൂസിലേക്ക് 2 പേര് നിരാശപ്പെട്ടു പോയി, അവരുടെ കൂടെ പോയി. ആ സമയത്ത് ഇവരിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഇരുന്നപ്പോ പുള്ളി എമ്മാവൂസിലെ ഏർപ്പാടും കഴിഞ്ഞിട്ട് ഇവിടെ വന്നു അല്ലേ. പുള്ളിക്ക് എവിടെ പോകാൻ മേലാത്ത നിമിഷ നേരം കൊണ്ട്. പക്ഷെ ഇവിടെ തന്നെ ആയിരിക്കുന്ന പത്രോസും കൂട്ടരും കഥ കടച്ച് ബന്ധിച്ചിരിക്കുക, പേടിയാ. മറ്റേ യഹൂദന്മാരെ പേടിച്ചിട്ട് അമ്മയുണ്ട്, അമ്മയെ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് കഥ തുറക്കാനായിട്ട് കയറിയില്ലേ. ഈ കർത്താവിന് ഈ അപ്പത്തിന്റെ ഒരു തരിയിൽ ജീവിക്കാൻ പറ്റുമോ? ഞാൻ അടിയറ പറഞ്ഞു, കർത്താവ് നീ ഈ തരിയിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് കുർബാന കൊടുക്കുമ്പോ ഈ തട്ടം പിടിക്കുന്നത് ഒരു നാണംകെട്ട പണിയാന്നുള്ളത് എന്റെ മനസ്സിൽ നിന്ന് പോയി. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഏത് പറയപ്പിള്ള ജനം കണ്ടിട്ടില്ല, എത്ര പേര് വന്നാലും പറ്റുന്നിടത്തോളം സമയവും ഞാൻ അത് പണി ചെയ്യും, എനിക്ക് വിഷമമൊന്നുമില്ല. കുർബാന ശുശ്രൂഷ ചെയ്യുമ്പോഴും ഇതൊക്കെ തന്നെയാ. അപ്പോൾ ഈ ചിന്തയാ എന്റെ മനസ്സിൽ, എന്റെ കർത്താവ് താഴെ പോകരുത്. ഒരിക്കലും വിശുദ്ധ കുർബാന കൊടുത്തപ്പം താഴെ പോയി, ഇവിടെ നരകത്തിന്റെ കയ്യിൽ. അച്ഛൻ പെട്ടെന്ന് കുനിഞ്ഞ് അതെടുത്ത്, ഞാൻ എന്നിട്ട് കുനിഞ്ഞില്ല, ഞാനിത് കണ്ടുപോലുമില്ല എന്താ സംഭവിച്ചെന്ന്. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കുനിഞ്ഞു, സ്ത്രീകളുടെ ഇടയ്ക്കാണ്. ഈ സ്ത്രീകളെല്ലാം തുണിയെല്ലാം കൂടെ പിടിച്ച് കഴിയാനോ അച്ഛന് കൊടുക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം, കുർബാന കൊണ്ട് വരുമ്പോ കൈ ഇങ്ങനെ പിടിക്കരുത്, മുഖം അടച്ച് അത് താത്തു പിടിച്ചോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ചിലരൊക്കെ ലത്തീൻ കുർബാനക്കാരുണ്ട്, അമ്മയെന്ന് പറയും. അത് എനിക്ക് തോന്നുന്നു ഗൾഫിലോ വിദേശത്തൊക്കെ പോയിട്ട് വരുന്നവരോ കുർബാന സ്വീകരിക്കുമ്പോ കൊണ്ടിയേലും പറ്റേ അമ്മയൻ ആ പറച്ചിലിനിടയ്ക്ക് താഴെ പോകും. ഈ ആമേനും അതുപോലെ ഒരു 1000 കോടി സ്തുതികൾ അർപ്പിക്കാൻ അവിടെ പോയി മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് കൊച്ചു വർത്താനം പറയാൻ, എന്റെ ഈശോയെ, എന്റെ രാജാവെ, എന്റെ രക്ഷകനാന്ന് പറഞ്ഞ് ഈശോയോട് കൊച്ചു വർത്താനം പറയേണ്ട നേരവാ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോ എന്റെ കർത്താവ് എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. എന്റെ ശരീരത്തിൽ അസ്ഥിയിലും അച്ചയിലും കോശങ്ങളിൽ രക്തത്തുള്ളിയിൽ ഓരോ തലമുടി നാരിലും അവിടുന്ന് എന്റെ രാജാവ് എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി അവിടുത്തോട് സംസാരിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കണം. ആ സമയം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതാണ് നമ്മള്, അത് മറക്കരുത്. അപ്പൊ ഓരോ തരിയിലും അവിടത്തേക്ക് രാജാവായി ജീവിക്കുവാൻ കഴിയുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരു തിരുവചനം കൂടി നമ്മൾ കേട്ടിട്ട് ഇന്നത്തെ ക്ലാസ്, നായരിലെ വിധവയുടെ ഏക മകൻ ഒന്ന് ഓർത്തു നോക്കിയേ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11-13 കർത്താവ് എന്താ പറഞ്ഞെന്ന് നോക്കിയേ. ലൂക്കായുടെ സുവിശേഷം, നായരിലെ വിധവയെന്ന് പറയാ ഭർത്താവില്ലല്ലേ, ഒരു മകനുമുണ്ട്, അവനും അങ്ങ് മരിച്ചു. എന്താ സംഭവിച്ചത്? അവനെ അടക്കാൻ നമ്മുടെ ചായമാരെ കൊണ്ടുപോകുന്ന നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോ കർത്താവ് അതിലെ വന്നു. യുവാവേ അല്ലേ, വായിച്ചേ, അത് വായിച്ചേ. ലൂക്ക 7:11-13 വരെ വായിച്ചേ. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗരകവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സറിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു.
ഇപ്പൊ ഏക മകൻ മരിച്ച അമ്മ കരവും കരഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത്? ഇവിടെ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവളുടെ മനസ്സെന്താ? എനിക്ക് ഭർത്താവോ ഇല്ല, ആകെ ഉണ്ടായിരുന്ന ആശ്രയം ആ കൊച്ചിനെ മരിച്ചുപോയി. അപ്പൊ അവളുടെ നിലവിളി കർത്താവ് അറിഞ്ഞു, ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന പലരും ഹൃദയത്തിൽ കരയുന്നവരുണ്ട്, ഇല്ലേ? നമ്മുടെയൊക്കെ വേദനകൾ കർത്താവ് അറിയുന്നുണ്ട്, ഇല്ലേ ബാബു? നമ്മുടെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ട്. ഈ പറയുന്ന എനിക്കുമുണ്ട്. ഞാനും എന്റെ കർത്താവിന് മുമ്പിൽ ഇറക്കി വെക്കുക. നീയല്ലേ എന്നെ സൃഷ്ടിച്ചതില്ലേ? രാവിലെ മുതൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഓരോ ദിവസവും സഹനം കൂട്ടി തന്നുകൊണ്ടിരിക്കുക. നിൽക്കുമ്പം കാലിന്റെ അടിയിൽ സംശയം പറയുന്ന പോലെ ഞാൻ ഓർക്കുക. ഞാൻ അവിടെ നിന്നപ്പോഴേതാ എനിക്ക് തറയിൽ നിൽക്കുമ്പോഴത്തേക്ക് വലിയ പ്രയാസമാണ്. കാലിന്റെ അടിയിൽ നിന്ന് സൂചി കുത്തുന്ന പോലെ മേലോട്ട് കുത്തിക്കൊണ്ടിരിക്കും. അതേസമയം മുട്ടുകുത്തുമ്പോൾ ആ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മുടെ ശാരീരികം മാനസികമായ വേദനകളെല്ലാം കർത്താവിലേക്ക് അവിടുത്തെ സഹനത്തോട് ചേർത്ത് കോടാനുകോടികളെ നിത്യരക്ഷയിൽ അടുപ്പിക്കാൻ ദൈവം തരുന്ന സഹനങ്ങൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടും. ഇവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് അവൾ കരയുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ലേ? കരഞ്ഞെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. മുന്നോട്ട് വന്ന് ശവം പഞ്ചത്തിൽ അങ്ങ് തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവനുടനെ എഴുന്നേറ്റ്. എന്തൊരു വലിയ അത്ഭുതമാണ് കർത്താവ് കാണിച്ചതല്ലേ? ഇന്നിപ്പോ അത്തരമൊന്നും അത്ഭുതം ഇവിടെ നടന്നില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്, ഇല്ലേ? ഈ അടുത്ത കാലത്താരാണ് പറയുന്നത്, ഒരു മരിച്ചവനെ ഉയർപ്പിച്ച കേസും ഉണ്ടായിട്ടുണ്ടെന്നോ. അങ്ങനെ ഒത്തിരി നടക്കുന്നുണ്ട്. എത്ര ഉയർപ്പിച്ചാലും ലാസർ ഉയർത്തും, വീണ്ടും മരിച്ചു, ഇല്ലേ? രോഗം വന്ന സുഖം പ്രാപിക്കും, വീണ്ടും വന്നെന്ന് വരും, അല്ലേ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്താം. നിലവിളി കേൾക്കുന്ന കർത്താവായ ഈശോയെ കേൾക്കുക. നിലവിളി കേൾക്കുന്ന കർത്താവായ ഈശോയെ, നിലവിളി കേൾക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങേക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ കഴിവുകളെയും ഞങ്ങളുടെ ബലഹീനതകളെയും കർത്താവായ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി മരിക്കുവാൻ, അങ്ങയോടൊപ്പം ജീവിക്കുവാൻ, അങ്ങയോടൊപ്പം മരിക്കുവാൻ, അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് സ്വന്തമാക്കുവാൻ, നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവൻ അങ്ങയുടെ സുവിശേഷം വ്യക്തമാക്കി കൊടുക്കുവാൻ, സുവിശേഷത്തിന്റെ സന്തോഷം എന്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കർത്താവായ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക്, 100 ഇരട്ടി പങ്ക് എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.